ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീറ്റ് യുവർ ജെഇ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി. പ്ലീസ്. റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിൽ പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോ തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. സോറ നമ്മളെ പുരയിൽ ഇരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. കുവൈത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുമോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്ക് ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ. നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തോണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകളെ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അപ്പൊ വന്നാ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാൽ വില്ലേജ് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ, വാസുദേവൻ, ടോണി. ടോണി. കന്യാവനമിളകി
ജന്മം തേടും ഭാവുകം രാഗമർമരമായി പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരിയിൽ സുമരാജിയെ കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി പൂത്താലം വലം കൈയേന്തി വാസന്തം. പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴേ നിന്റെ ബാബുക്ക വരുമെന്ന് വെച്ചാ പെരുന്നാളിന് ഈ കുട്ടികളുടെ ഗതി ഇങ്ങനെ തന്നെ. ഞാൻ എന്തോ അമ്മ ചെയ്യേ, യോഗം വേണം, നമ്മക്കാർക്കും അതില്ല. പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മോന്തിയാവുമ്പോ പപ്പേട്ടൻ ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുന്നു. ദാ, ഞാനുണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു, അതിങ്ങനെ മേടിക്കൂട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ല്, സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സൂറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേട്ടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല.